പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ രണ്ട് കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഒരു സൂറത്തും ഒരു സ്വലാത്തും. ഇനി പറയാൻ പോകുന്ന സൂറത്ത് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്. സൂറത്ത് ത്വാഹ എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഓതുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന 10 വമ്പൻ നേട്ടങ്ങൾ, ആ 10 വലിയ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കേട്ടാൽ തന്നെ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഏതായാലും നമ്മൾ മുടക്കാതെ ഓതും. അത്രമാത്രം ഗുണമാണ് ഈ സൂറത്തിനുള്ളത്. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞു ഒരാൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്കും വേറെ എക്സ്ട്രാ 10 പ്രതിഫലം കിട്ടും. 10 നന്മകളുണ്ടാകും, 10 മഹത്വങ്ങളുണ്ടാകും, 10 ഗുണങ്ങളുണ്ടാകും. ആ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് കേൾക്കാം. കൂടാതെ ആ ചൊല്ലുന്ന സ്വലാത്ത് ഒരു 5 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. അത് പറഞ്ഞാലുള്ള വലിയ ശ്രേഷ്ഠതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു തആല നമ്മൾ ഇന്നത്തെ ക്ലാസ് പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഈ പറയുന്ന സൂറത്തും ഈ പറയുന്ന സ്വലാത്തുമൊക്കെ നിത്യമായി കൊണ്ടുപോകാനുള്ള മഹാസൗഭാഗ്യം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണണേ. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കരുണയുള്ള അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് തഹജ്ജുദ് നിസ്കാരം മുടക്കാത്ത, വിത്ർ നിസ്കാരം മുടക്കാത്ത, ഒരുപാട് സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്ന ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് സയ്യിദത്തുകൾ ഒക്കെ പങ്കെടുക്കുന്ന ഒരു മജ്ലിസാണ്. റഹ്മാനെ, എല്ലാവരും ഞങ്ങളൊക്കെ ചെയ്യുന്ന ദുആകൾ, ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എല്ലാം നീ പരിപൂർണമായി ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, അതുപോലെ സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ ദുഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ഇതിൻ്റെയൊക്കെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഓരോ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും അതല്ലാത്ത സമയത്തും ഒക്കെ നമ്മൾ ഈ പറയപ്പെട്ട സൂറത്തുകളൊക്കെ ഓതാറുള്ളവരാണ്. എന്നാൽ നമ്മൾ സ്ഥിരമായി ഓതാൻ പറ്റിയാൽ ഖൈറാണ്. അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഓതിയിരിക്കേണ്ട, ഓതിയാൽ 10 വമ്പൻ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന വലിയ ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ്. ആ സൂറത്തിൻ്റെ നേട്ടമാണ് ഇന്ന് പറയാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആനിലെ 20-ാമത്തെ അധ്യായം 135 ആയത്തുള്ള സൂറത്ത്. ആ സൂറത്തിൻ്റെ പേര് സൂറത്തു ത്വാഹ എന്നാണ്. നമ്മളൊക്കെ അത് കേട്ടിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ഓതിയിട്ടുണ്ട്. പലരും ഓതിയിട്ടുള്ളത് ഈ ഖത്തുമുൽ ഖുർആൻ അല്ലേ, ഖത്തം തീർക്കുമ്പോൾ ഓതിപ്പോകുന്ന ഒരു സൂറത്ത് ത്വാഹ. പക്ഷെ അങ്ങനെയല്ല. സൂറത്തു ത്വാഹയുടെ ഈ പറയുന്ന മഹത്വങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ സൂറത്തു ത്വാഹ ഓതാത്തൊരു ദിവസം ഉണ്ടാവില്ല. 135 ആയത്തേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് സൂറത്തു ത്വാഹ, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്വാഹ എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. ത്വാഹ എന്ന് പറഞ്ഞാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പേരാണ്. അപ്പം നബിതങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നാമകരണം ചെയ്യപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ത്വാഹ. ഇതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാം, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സ്വയമായി ഓതിയിട്ടുള്ള സൂറത്താണ് സൂറത്തു ത്വാഹ. ഇതിൻ്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ ഒരുപാട് മഹത്വം കാണാം. നബി തങ്ങൾ പറയുന്നു, മൻ ഖറഅ ത്വാഹ, ഒരാൾ ത്വാഹ എന്ന സൂറത്ത് ഓതിയാൽ ഉഅ്തിയ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനിക്ക് നൽകപ്പെടും സവാബൽ മുഹാജിരീന വൽ അൻസ്വാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ മുഹാജിരീങ്ങളുമുണ്ട്, അൻസ്വാരിങ്ങളുമുണ്ട്. മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ നബിയുടെ കൂടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്ത് പലായനം ചെയ്തു വന്നവരാണ് മുഹാജിരീങ്ങൾ. അൻസ്വാരികൾ എന്ന് പറഞ്ഞാൽ ഈ നബിയും സ്വഹാബിമാരും കടന്നു വന്നപ്പോൾ മദീനയിൽ വെച്ച് ഇവരെ സ്വീകരിച്ചവരാണ് അൻസ്വാരികൾ. അപ്പോൾ ഈ മുഹാജിരീങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അൻസ്വാരിങ്ങൾക്കും ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ മുഹാജിരീങ്ങൾക്കും അൻസ്വാരിങ്ങൾക്കും 2 കൂട്ടർക്കും കിട്ടുന്ന പ്രതിഫലമാണ് അല്ലാഹു തആല ഈ സൂറത്ത് ഓതുന്ന ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ സൂറത്തിൻ്റെ ഒരു നേട്ടമാണ് ഇത്. ഇനി 2-ാമത്തെ നേട്ടം പഠിച്ചോ.
സ്വർഗത്തിൽ ഒരു മനുഷ്യൻ കടന്നു ചെന്നാൽ അവനിക്ക് അവിടെ നിസ്കാരമില്ല, നോമ്പില്ല, ഹജ്ജില്ല, സക്കാത്തില്ല, ആ പരിപാടിയൊന്നുമില്ല. പിന്നെയോ ഫുൾ ടൈം അവനിക്ക് എൻജോയ്മെൻ്റാണ്. ഈ സമയത്ത് അല്ലാഹു തആല ഈ സ്വർഗത്തിൽ ഇപ്പം നമുക്ക് നല്ലൊരു എന്താ പറയുക പാർക്കിൽ പോയി, അല്ലെങ്കിൽ നല്ലൊരു വീട്ടിൽ ചെന്നു, നല്ലൊരു എന്താ പറയുക ഹോട്ടലിൽ ചെന്നു, അവിടെയൊക്കെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒരുപാടുണ്ട്. അത് ബൾബ് തൂക്കിയിട്ടുണ്ടാകും, അല്ലേ, ഒരുപാട് നമുക്ക് കണ്ടാൽ നോക്കിപ്പോകുന്ന ഒരുപാട് വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ടാകും. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ചെറിയൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ടാവും, അല്ലേ, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ചുമ്മാ ഒച്ചപ്പാടും ബഹളമല്ല, ചെറിയൊരു മ്യൂസിക്. നമുക്ക് എന്താ പറയുക, വലിയ ബോറില്ലാത്ത ചെറിയൊരു മ്യൂസിക് പല വലിയ ഹോട്ടലിലൊക്കെ വെച്ചിട്ടുണ്ടാകും, വലിയ ഫ്ലാറ്റുകളിലൊക്കെ ഉണ്ടാവും. വലിയ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചെറിയൊരു മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതെന്താണ്, നമുക്കൊരു മടുപ്പ് തോന്നാതെ, നമുക്കൊരു എന്താ പറയുക, ഒരു മനസ്സിനൊരു ശാന്തത കിട്ടാനൊക്കെ ആയിരിക്കാം അങ്ങനെ വെച്ചിട്ടുള്ളത്. സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഭയങ്കര ഒരു കൊട്ടാരമാണ്, ഭയങ്കര ഒരു എന്താ പറയുക, കണ്ണെടുത്താൽ നമുക്ക് അടക്കാൻ തോന്നില്ലാത്ത തരത്തിലുള്ള ഒരുപാട് സുഖരസങ്ങളാണ്. അല്ലാഹു തആല ആ സ്വർഗത്തിൻ്റെ അവകാശികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എന്തെന്നറിയോ? ഒന്ന് സൂറത്ത് യാസീൻ, രണ്ട് സൂറത്ത് ത്വാഹ. സ്വർഗത്തിൽ നിരന്തരം ഇങ്ങനെ ഓതി കേൾക്കുന്ന ഒരു രണ്ട് സൂറത്തുണ്ടെങ്കിൽ ഒന്ന് സൂറത്ത് ത്വാഹ, ഒന്ന് സൂറത്ത് യാസീൻ. അതിങ്ങനെ നമ്മൾ വിശ്വാസികൾ ഇങ്ങനെ കേൾക്കുകയും അവരിങ്ങനെ ഓതുകയും ചെയ്യുമെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം. ഇതാണ് രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത. 3, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ ഗർജിക്കുന്ന സിംഹമാണ്, ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ. ഉമറേ ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല, അങ്ങനെ ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ ലഖാന ഉമർ, അത് ഉമർ ആകുമായിരുന്നു എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നാവ് കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത വലിയ സ്വഹാബിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ആ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, മുസ്ലിമാവാൻ കാരണമായ സൂറത്താണ് സൂറത്ത് ത്വാഹ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ സഹോദരിയാകുന്ന ഫാത്തിമ എന്ന ആ ഒരു മഹദിയും അവരെ നബി തങ്ങൾ ഇങ്ങനെ സൂറത്ത് ഓതുന്നു. ആ ഫാത്തിമ എന്ന ആ സഹോദരി അത് കേൾക്കുന്നു. അതുപോലെ തന്നെ ഫാത്തിമ എന്നവരുടെ ഭർത്താവുണ്ട്, അവരൊക്കെ ഇങ്ങനെ പരസ്പരം ഓതുന്നു. അവരിങ്ങനെ ഈ സൂറത്ത് ഇങ്ങനെ ഓതുന്നത് കേട്ടിട്ടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കടന്നു വരുന്നത് വീട്ടിലേക്ക്. അപ്പോൾ ചോദിച്ചു ഈ ഫാത്തിമ എന്ന സഹോദരിയോട്, നീ എന്താണ് ഓതുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വിശുദ്ധമായ ഖുർആനാണ്. ഏതാണ് ഓതുന്നത്? ഞാൻ സൂറത്ത് ത്വാഹയാൻ. നോക്കട്ടെ, അതിങ്ങോട്ട് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ആ സമയത്ത് ഫാത്തിമ എന്ന ഉമർ തങ്ങളുടെ സഹോദരി പറഞ്ഞു, ഉമറേ നീ അഴുക്കുള്ളവനാണ്, നീ നിനക്ക് വൃത്തിയില്ല, ശുദ്ധിയില്ല, നീ പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾക്ക് ദേഷ്യം വന്നു എന്നാണ്. ഉമർ തങ്ങൾ അടിച്ചു എന്ന് വരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. വിശാലമായ ചരിത്രമാണ്, പല റിപ്പോർട്ടുകളിലും അത് വന്നിട്ടുണ്ട്. എന്തുമാവട്ടെ, അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കുളിച്ച് ശുദ്ധിയായി വുളുവൊക്കെ എടുത്ത് വന്നിട്ട് മഹാനവറുകൾ ആദ്യമായി ഓതുന്നത്, ഖുർആൻ എടുത്ത് ഓതുന്ന സൂറത്ത് ത്വാഹയാണ്. ആ സൂറത്ത് ത്വാഹ ഓതി, ആ സൂറത്ത് ത്വാഹയിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്നാണ്. 4, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല മലക്കുകൾക്ക് ഓതാൻ കൊടുത്ത സൂറത്താണ് സൂറത്ത് ത്വാഹ. 5-ാമത്തേത് സൂറത്ത് ത്വാഹയുടെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ. 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാൽ അവനിക്ക് ഫത്ഹ് ഉണ്ടാകും, അതായത് വിജയമുണ്ടാകും. ഏത് സ്ഥലത്തും, ഏത് സമയത്തും, ഏത് സന്ദർഭത്തിലും അവനിക്ക് വിജയമുണ്ടാകും സൂറത്ത് ത്വാഹയുടെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതിയാൽ. 6-ാമത്തെ പ്രത്യേകത, സൂറത്ത് ത്വാഹയുടെ 105-ാമത്തെ ആയത്ത് രോഗത്തിന് ശിഫയാണ്. 107-ാമത്തെ ആയത്ത് രോഗങ്ങൾക്ക് ശിഫയാണ്. ഒരാൾ രോഗിക്ക് മന്ത്രിച്ച് വെള്ളം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി മന്ത്രിക്കുന്നെങ്കിൽ സൂറത്ത് ത്വാഹയുടെ 105-ാമത്തെയും 107-ാമത്തെയും ആയത്തൊക്കെ ഓതിയിട്ട് മന്ത്രിക്കാൻ പറ്റുന്നതാണ്. 7-ാമത്തെ സൂറത്ത് ത്വാഹയുടെ പ്രത്യേകത, സൂറത്ത് ത്വാഹയുടെ ഈ ഒരു 131, 132 ആയത്തുകൾ, ആ ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് നിസിയാൻ, മറവി രോഗങ്ങൾ ഉണ്ടാവില്ല. അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് സൂറത്ത് ത്വാഹയുടെ 131-ാമത്തെ ആയത്തും 132-ാമത്തെ ആയത്തും.
ഇനി എട്ടാമത്തെ പ്രത്യേകത, സൂറത്ത് ത്വാഹ 21 ദിവസം തുടർച്ചയായി ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ അത് ഓതുന്നവൻ മനസ്സിൽ കരുതുക, റബ്ബേ ഞാനിത് ഓതുന്നത് എൻ്റെ വിവാഹം ശരിയാവാനാണ്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, സൂറത്ത് ത്വാഹ ഇന്നു മുതൽ നിങ്ങൾക്ക് 21 ദിവസം തുടർച്ചയായിട്ട് ഓതാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഒരു അബദ്ധം, എന്തെങ്കിലും ഒരു മറവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്ക് വന്ന് ഓതാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഓതിയാലും മതി. അങ്ങനെ 21 ദിവസം ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഓതി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വിവാഹം വേഗത്തിൽ റാഹത്തായി നടക്കും. ഇനി 9ാമത്തേത്, സിഹ്ർ ഏൽക്കാതിരിക്കാൻ, കണ്ണേർ ഏൽക്കാതിരിക്കാൻ സൂറത്ത് ത്വാഹ 41 ദിവസം ഓതൽ പ്രത്യേകം നല്ലതാണ്. സിഹ്ർ ഏറ്റവന് നമ്മൾ ഓതി മന്ത്രിച്ചു കൊടുത്താൽ അതിന് വലിയ ഫലമുണ്ടാകുന്നതാണ്. 10ാമതായി സൂറത്ത് ത്വാഹയുടെ പ്രത്യേകതയിൽ നമുക്ക് കാണാൻ പറ്റും, സൂറത്ത് ത്വാഹയുടെ 25, 26, 27, 28 ഈ 4 ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി ഓതുകയും അത് ഓതി വെള്ളം മന്ത്രിച്ച് അല്ലെങ്കിൽ തേനിൽ മന്ത്രിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളുടെ സംസാരവുമായി ബന്ധപ്പെട്ട അവരുടെ സംസാരം ക്ലിയർ ആവാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊഞ്ഞപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. മാത്രമല്ല നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ വെച്ചാണ് ഇത് ഓതുന്നതെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ വിശാലത ഉണ്ടാകും എന്നു തുടങ്ങി സൂറത്ത് ത്വാഹക്ക് നമ്മൾ കേട്ടതും കേൾക്കാത്തതും പറഞ്ഞതും പറയാത്തതുമായ നിരവധി ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് നമുക്ക് ഓരോ തഫ്സീറും എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സൂറത്ത് ത്വാഹയുടെ മഹത്വമാണ്. ഇൻഷാ അല്ലാഹ് ഇത് മറക്കാതെ നമ്മൾ പഠിച്ചു വെക്കുക. സൂറത്ത് ത്വാഹ ഇന്നു മുതൽ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഓതുക. ഏത് സമയത്ത് ഓതാം, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ തന്നെ ഓതണമെന്നില്ല, ഏത് സമയത്തും നമുക്ക് ഓതാവുന്ന സൂറത്താണ്. അള്ളാഹുവെ പടച്ചവനെ, ഈ സൂറത്ത് ഞങ്ങൾക്ക് നിത്യമാക്കി കൊണ്ടുപോകാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊരു ചെറിയ സ്വലാത്ത് പറഞ്ഞു തരാം. ഈ സ്വലാത്ത് ഓതിയാലും പറഞ്ഞാലും 10 വമ്പൻ പ്രതിഫലങ്ങളാണ്. സൂറത്ത് ത്വാഹ ഓതിയാൽ കിട്ടുന്ന 10 നേട്ടങ്ങൾ പോലെ ഇനി പറയുന്നൊരു സൂറത്ത്, ആ സൂറത്ത് ഓതിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഹ റസൂലുള്ളാഹി തങ്ങൾക്കിടെ പേരിലുള്ള ഒരു സ്വലാത്താണ്. ആ സ്വലാത്ത് ഓതിയാൽ കിട്ടുന്നത് 10 നേട്ടങ്ങളാണ്. 1, അള്ളാഹുമായിട്ട് നമുക്ക് അടുപ്പം കിട്ടുമെന്നാണ്. 2, മുത്തുനബിയോടുള്ള സ്നേഹം ഉണ്ടാകുമെന്നാണ്. 3, നടക്കില്ലെന്ന് ഉറപ്പിച്ച കാര്യം നടന്നു കിട്ടുമെന്നാണ്. 4ാമത്തേത് കുടുക്കിൽ നിന്നും രക്ഷ കിട്ടുമെന്നാണ്. 5ാമത്തേത് ഞെരുക്കങ്ങൾ മാറി എളുപ്പം വരാൻ ഈ ഒരു സ്വലാത്ത് നമുക്ക് പര്യാപ്തമാണ്. 6ാമത്തേത് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുമെന്നാണ്. 7ാമത്തേത് പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് കാവൽ കിട്ടുമെന്നാണ്. 8ാമത്തേത് മുത്തുനബിയുടെ ദുആ നമുക്ക് എപ്പോഴും ഉണ്ടാകും. 9ാമത്തേത് ആഖിബത്ത് നമുക്ക് നന്നാക്കി കിട്ടും. 10ാമത്തേത് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്ത് ത്വാഹ ഓതുന്നതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട സ്വലാത്തും നമ്മൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല എല്ലാ കാര്യങ്ങളിലും ബറക്കത്തും റാഹത്തും ഇസ്സത്തും എല്ലാവിധ വിജയവും ഫത്ഹും തരുന്നതാണ്. ഏതാണ് ആ സ്വലാത്ത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഏതാണ് നമുക്കറിയാവുന്ന സ്വലാത്താണ്, എന്നാലും ഒന്ന് ചൊല്ലിക്കോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് ആ സ്വലാത്ത്. ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും അല്ലാഹുവേ നിന്റെ മുത്തായ റസൂലിന് നീ എല്ലാവിധ ഗുണവും രക്ഷയും സമാധാനവും, നിന്റെ ഇൽമ്, നിന്റെ അറിവ്, അതിനനുസരിച്ച് എന്തെല്ലാം വസ്തുക്കൾ നിന്റെ അറിവിലുണ്ടോ അതിനനുസരിച്ച് നീ ഗുണവും രക്ഷയും കൊടുക്കണേ എന്നൊക്കെയാണ് അതിന്റെ ഏകദേശ അർത്ഥം. ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ لك. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد في كل لمحة ونفس بعدد كل معلوم لك. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഖൈറുകളും ബർക്കത്തുകളും ഉണ്ടാവാൻ ഒരു 5 പ്രാവശ്യം നമുക്ക് ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ بعدد كل معلوم لك. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا
سيدنا محمد في كل لمحة ونفس بعدد كل معلوم لك اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد في كل لمحة ونفس بعدد كل معلوم لك الحمد لله الحمد لله അല്ലാഹുവേ പടച്ചവനെ സൂറത്ത് ത്വാഹ ഞങ്ങൾക്ക് നിത്യമായി ഓതാനും ആ സൂറത്ത് ത്വാഹ ഓതി ഞങ്ങൾക്ക് ഈ സ്വലാത്ത് ഒരുപാട് വട്ടം പറഞ്ഞ് അല്ലാഹുവേ നിന്റെ അടുക്കലേക്ക് ദുആ ചെയ്യുമ്പോൾ ആ ദുആകളൊക്കെ നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഞങ്ങളിൽ പലരും. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ ചൊല്ലി സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഹലാലായ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും നീക്കം മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ പെടുത്തിക്കളയല്ലേ അല്ലാ, കിടത്തിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ കുടുക്കിൽ അകപ്പെടുത്തല്ലേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടമൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ. എല്ലാവിധ ഖൈറും തരണേ അല്ലാ. അസൂയാലെ കണ്ട അസൂയെ തൊട്ട് കാവൽ തരണേ അല്ലാ. സിഹിർ വെക്കുന്നവരുടെ സിഹിറിനെ തൊട്ട് കാവൽ തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.